അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് 2026ന്റെ മറ്റൊരു ദിവസം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് മത്സരങ്ങളുണ്ടായ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഏതൊക്കെയായിരുന്നു മത്സരങ്ങൾ? ഇന്നലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു മാച്ചായിരുന്നു ജർമ്മനിയും ക്രൊസാവോടെയും ഒരു മാച്ച് വന്നിട്ട് ജർമ്മനിയുടെ ഒരു തകർപ്പൻ വിക്ടറിയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് കളിച്ചത് നെതർലാൻഡ്സ് ആൻഡ് ജപ്പാൻ, അവരും ഒരു ഡ്രോ മാച്ചായിട്ട് മാറി. പിന്നെ ഐവറി കോസ്റ്റ് വേഴ്സസ് ഇക്വഡോർ, അതിൽ ഐവറി കോസ്റ്റ് 1 ഇക്വഡോർ 0 എന്നുള്ള സ്കോറാണ്. പിന്നെ ഇന്ന് രാവിലെ നടന്ന മത്സരം, അതായത് സ്വീഡൻ വേഴ്സസ് ടുണീഷ്യ, അതിലും നല്ലൊരു സ്കോർ സ്വീഡൻ താരങ്ങൾ നേടിക്കൊടുത്തു. 5-1 എന്നുള്ള സ്കോറാണ് സ്വീഡൻ വേഴ്സസ് ടുണീഷ്യയിൽ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്കോറുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയേണ്ടത് ജർമ്മനിനെ കുറിച്ചാണ്, അല്ലേ? അതെ, അപ്പോൾ വളരെ മികച്ചൊരു ദിവസം തന്നെയായിരുന്നു. കാരണം ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ഒരു ടീമായിട്ട് ജർമ്മനി മാറിയിരിക്കുകയാണ് കഴിഞ്ഞൊരു ദിവസം കൊണ്ട്. 7-1 ജർമ്മനി ആ കളി അവസാനിപ്പിച്ചിരിക്കുന്നത്. വളരെ ചരിത്രപരമായൊരു നിമിഷം കൂടിയായിരുന്നു, അല്ലേ? അതെ, പിന്നെ കളി തുടങ്ങുമ്പോഴായിട്ട് മുമ്പ്, അതായത് ഒരു 6 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ ഫസ്റ്റ് ഗോൾ അടിച്ചു കഴിഞ്ഞു. പിന്നെ അവരുടെ ഒരു ഡോമിനേഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഫുൾ അവർ തന്നെ ബോൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല. അതായത് കൊറസാവയ്ക്ക് ബോൾ കൊടുക്കാത്ത വിധത്തിലായിരുന്നു ജർമ്മനിയുടെ മാച്ച് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് 7 ഗോളും, അതായത് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും കൂടിയിട്ട് 7 ഗോളുകളാണ് നേടിയത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവർ ഷോട്ട് കൊടുത്തിട്ടുണ്ട്, അത് എത്രത്തോളം നല്ല രീതിക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ കുറസാവോയുടെ കോച്ചിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ കോച്ച് എന്ന റെക്കോർഡിട്ട ഒരു കോച്ചാണ് കുറസാവോയുടെ ഉണ്ടായിട്ടുള്ളത്. 78 വയസ്സാണ്. ഡിക് അഡ്വക്കാറ്റ് എന്നാണ് അയാളുടെ പേര്, കോച്ചിന്റെ പേര്. ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു കോച്ചാണ്. പക്ഷേ 7-1 കുറസാവും ജർമ്മനിയും കളി പിരിഞ്ഞപ്പോഴും കോച്ച് വളരെ ഹാപ്പി ആയിരുന്നു കുറസാവോടെ. അതാണ് മറ്റൊരു കാര്യം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബ്രസീലിന്റെ കളി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീൽ 1-1 സമനിലയിൽ അവസാനിപ്പിച്ചെങ്കിലും കാർലോ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് ബ്രസീലിന്റെ അടുത്ത് കയർത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അഡ്വക്കാറ്റ് വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ചെറിയൊരു രാജ്യമാണ് കുറസാവോ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇത്രയും വലിയൊരു ലോകകപ്പിലേക്ക് ഞങ്ങളുടെ ഒരു എൻട്രി ചെയ്തു, ഒരു ഗോളെങ്കിലും അടിച്ചു എന്നുള്ള ഭയങ്കര ഒരു ഹാപ്പിയിലായിരുന്നു ആ കോച്ച് ഉണ്ടായത്. അതൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു, അല്ലേ? ചാമ്പ്യൻസിന്റെ കൂടെ കളിച്ച് ഒരു ഗോൾ നേടി, അതാണ് അവരുടെ ഒരു അഭിമാന നിമിഷം തോന്നുന്നു. അവർ വേൾഡ് കപ്പിലേക്ക് വരുന്നു, എന്നിട്ട് ജർമ്മനിയുടെ കൂടെ കളിച്ച് ഒരു ഗോൾ നേടുന്നു. അപ്പൊ എന്തുകൊണ്ടും അത് അവർക്കൊരു നല്ല കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഗോള് ആരൊക്കെ അടിച്ച് എന്തൊക്കെയാന്ന് നോക്കാം. കളി തുടങ്ങി ഫസ്റ്റ് 6ാമത്തെ മിനിറ്റിലായിരുന്നു ആദ്യത്തെ ഗോൾ വരുന്നത്. ഫെലിക്സ് മേഡ്ച ആണ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ജർമ്മനിക്ക് വേണ്ടിയിട്ട്. പിന്നെ ആ ഗോൾ വേട്ട അവസാനിച്ചത് 78ാം മിനിറ്റിലായിരുന്നു. അത് വരെ 7 ഗോളാണ് ജർമ്മനി സ്വന്തമാക്കിയത്. അതെ, പിന്നെ വരുന്നത് നമ്മുടെ കുറസാവോയുടെ ഗോളാണ്. അത് ലിവിനോ കൊമൻസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ആണ് 21ാമത്തെ മിനിറ്റിൽ കുറാസാവോയ്ക്ക് ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. പിന്നെ അവർക്ക് ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല, ബാക്കി ഫുള്ള് ജർമ്മനിനെ കൊണ്ടുപോയായിരുന്നു. പിന്നെ 47ാമത്തെ മിനിറ്റിൽ ജർമ്മനിക്ക് വേണ്ടി ഗോൾ അടിക്കുന്നത് മുസിയാളെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 68ാം മിനിറ്റിൽ നാദിനാൽ ബ്രൗണും 78ാമത്തെ മിനിറ്റിൽ ഡെനിൽ ഉണ്ടാവും ജർമ്മനിക്കായിട്ടുള്ള ഗോൾസ് അടിച്ചു. പിന്നെ 78ാം മിനിറ്റിൽ ഹാവർട്സ് തൻ്റെ 2 ഗോൾ, ഇരട്ട ഗോളായിരുന്നു ലാസ്റ്റ്, അതും കൂടി നേടിയിട്ടാണ് ജർമ്മനിയുടെ 7 ഗോളുകൾ തികച്ചത്. ഒരു 7-up മത്സരം തന്നെയായിരുന്നു, അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിക്ക് ഒരു 8 ഗോളിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണം ഓഫ് സൈഡ് ആയിട്ട് പോവായിരുന്നു. അവർ അടിച്ചു, പക്ഷെ അത് ഓഫ് സൈഡ് ആയിട്ട് മാറുകയായിരുന്നു ചെയ്തത്. അപ്പൊ ടോട്ടല് നമുക്ക് ഓഫ് സൈഡ് ഇല്ലെങ്കിൽ 8 ഗോളായിട്ട് വരുമായിരുന്നേനെ. പക്ഷെ അതൊരു 7 ഗോളിലേക്ക് ചുരുങ്ങി. പിന്നെ ജർമ്മനിയുടെ നമുക്ക് എടുത്തു പറയേണ്ട 2 ആൾക്കാരുടെ പേരാണ് ഫ്ലോറിയൻ വിറ്റ്സ് ആൻഡ് ജമാൽ മുസിയാല. ഇവരുടെ ഒരു കെമിസ്ട്രി ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അത്രയും പവർഫുൾ ആയിരുന്നു ഇവരുടെ 2 പേരുടെ ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. അത്രയും അറ്റാക്കിങ് ആയിക്കോട്ടെ നല്ല രീതിയിൽ അവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതായത് വേറെ ടീമിന് അവരുടെ അടുത്തേക്ക് എത്താൻ പറ്റാത്ത രീതിയിലായിരുന്നു ഇവരുടെ 2ആളുടെയും കെമിസ്ട്രി. അപ്പം എന്തുകൊണ്ടും നല്ലൊരു മാച്ചായിരുന്നു. നമുക്കിങ്ങനെ ആ 90 മിനിറ്റ്സ് പോയതന്നെ അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ജർമ്മനിയുടെയും ഖുറസാവയുടെയും മാച്ച് കണ്ടിട്ട്. അപ്പം അത്രയും അടിപൊളി ഒരു മാച്ചായിരുന്നു. സോഫാർ എനിക്ക് തോന്നുന്നു നല്ലൊരു മാച്ച് ജർമ്മനിയും ഖുറസാവും തമ്മിലുണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് 2 ദിവസത്തെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഫിഫയുടെ ആ ഒരു വൈബ് കിട്ടി തുടങ്ങിയതില്ല. മാച്ച് ആയാലും ടീമുകളായാലും അവൻ്റെ പെർഫോമൻസ് ആയാലും എല്ലാം ഒന്നിനൊന്ന് കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്ന രീതിയിലാണ്. കുറസാവയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് വേൾഡ് കപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവർ ഹാപ്പിയാണ്. അവർ ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഒരു ഗോൾ പിടിച്ചു, അതിൻ്റെ ഹാപ്പി അവരുടെ ടീമിൻ്റെ കോച്ചിന് വരെയുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ജർമ്മനി 7 ഗോളാണ് അടിച്ചത്. ഇതേ ലോകകപ്പ് 2014 നടക്കുമ്പോൾ ബ്രസീലിനെതിരെ ഇതേ 7 ഗോളായിരുന്നു ജർമ്മനി തിരിച്ചും കൊടുത്തിട്ടുണ്ടായത്. അന്ന് അത് വലിയൊരു
എന്താ പറയുക ഒരു വലിയൊരു സംഭവമായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ടീമിനെ ബ്രസീൽ ജർമ്മനി കളിക്കുമ്പോൾ ബ്രസീലിനെതിരെ 7 ഗോളിന് ജർമ്മനി പിടിച്ചു നിൽക്കുമ്പോൾ അവരത് ഭയങ്കര ആഘോഷമായിരുന്നു. 7-up ഗോൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേ സെയിം ആണ് ഇവിടെയും പിന്നെ ഒരു ചരിത്രം ആവർത്തിച്ചിരിക്കുന്നത്. ജർമ്മനിയുടെ ഒരു ട്രേഡ് മാർക്കാന്ന് തോന്നുന്നു 7 ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെയും ആ ഒരു 7-up ഗോളിന്റെ വലിയൊരു ട്രേഡ് മാർക്ക് അവർ സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ. പിന്നെ നമുക്ക് അടുത്ത ടീം നോക്കാം അല്ലെ. അടുത്ത ടീം നമുക്ക് നെതർലാൻഡ്സ് ആൻഡ് ജപ്പാന്റെ ഒരു ഇതായിരുന്നു. അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ജപ്പാന്റെ ഇത് തന്നെയായിരുന്നു. നെതർലാൻഡ്സ് എന്ന് പറയുന്ന ടീമിനോട് അവര് നല്ല രീതിയിൽ തന്നെ മുട്ടി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഡ്രോ മാച്ച് ആയിട്ടാണ് മാറിയത്. 2-2 എന്ന് പറയുന്ന ഒരു ഗോളിലേക്ക് വരണമെങ്കിൽ ജപ്പാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്കും അവരുടെ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഫുട്ബോളിനോടുള്ള പാഷൻ അവിടെ ശരിക്കും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നെതർലാൻഡ്സിന്റെയും ജപ്പാന്റെയും നല്ലൊരു കിടില മാച്ച് തന്നെയായിരുന്നു. അപ്പം നമുക്ക് സ്കോറുകൾ നോക്കുകയാണെങ്കിൽ 2-2 ഫസ്റ്റ് ഹാഫ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഓക്കെ ആയിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴാണ് 4 ഗോളുകളും, അതായത് 2 ടീമിൻ്റെയും നെതർലാൻഡ്സിൻ്റെയും ജപ്പാൻ്റെയും 2 ഗോളുകൾ വരുന്നത്. 45 മിനിറ്റ്സിലാണ് മത്സരത്തിൻ്റെ ആദ്യം 45 മിനിറ്റ്സിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം നമുക്ക് ഇത് എന്താകും എന്നുള്ളൊരു സംഭവം വരും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബിലേക്ക് ഇരു ടീമുകളും വരുന്നത്. 57-ാം മിനിറ്റിൽ താക്കോ ഫുസ കുബയുടെ അസിസ്റ്റിൽ നിന്ന് കെയ്റ്റോ നാക്കാമുറ എന്ന് പറയുന്ന പ്ലെയർ ജപ്പാന് വേണ്ടി സമനില ഗോൾ നേടായിരുന്നു ആദ്യം ഉണ്ടായത്. 1-1 ആയിരുന്നു അപ്പം ഉണ്ടായിരുന്നത്. പിന്നാലെ 64-ാമത്തെ മിനിറ്റിലാണ് നെതർലാൻഡ്സ് വീണ്ടും ലീഡ് എടുക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മുടെ ജപ്പാനിലെ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ജപ്പാൻ ഒരു ഗോൾ അടിച്ച് സമനിലയിലേക്ക് എത്തിക്കുന്നത്. ഡെയ്ച്ചി കമഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ആണ് അവിടെ ഒരു കോർണർ കിക്കിലൂടെ നമ്മുടെ ജപ്പാന് വേണ്ടിയിട്ട് ഒരു സ്കോർ നേടിക്കൊടുത്ത് അതൊരു 2-2 ഡ്രോ മാച്ച് ആയിട്ട് മാറുന്നു. അപ്പൊ അതും നെതർലാൻഡ്സ് വേഴ്സസ് ജപ്പാൻ നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഐവറി കോസ്റ്റ് ആൻഡ് ഇക്വഡോർ. അതിൽ ഐവറി കോസ്റ്റ് ഇക്വഡോറിനെ ഡിഫീറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നല്ലൊരു ടീം ആണ് ഇക്വഡോർ. അപ്പോഴും ഈ ഐവറി കോസ്റ്റ് അവരെ ഡിഫീറ്റ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഗെയിം തന്നെയായിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇക്വഡോറിനെതിരെ ഐവറി കോസ്റ്റിന് ഫസ്റ്റ് ഗോള് കിട്ടുന്നത് 90-ാം മിനിറ്റിൽ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം അഹമ്മദ് ദിയാലോ ഒരു പകരക്കാരനായിട്ടാണ് ഇറങ്ങിയത്. ആളാണ് ഫസ്റ്റ് ഗോള് വരുന്നത്. ഇക്വഡോർ കളം നിർത്തി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും. പക്ഷെ പകുതിയിൽ തന്ത്രപരമായ മാറ്റങ്ങളിലൂടെ ഐവറി കോസ്റ്റ് തൻ്റെ ഗെയിം അവരുടെ ട്രാക്കിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. നോട്ട് ബാഡ് എന്ന് തന്നെ പറയാം. വലിയൊരു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ മത്സരം ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു മത്സരം കൂടിയായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ സ്വീഡൻ വേഴ്സസ് ട്യൂണീഷ്യയുടെ മാച്ച് ആയിരുന്നു ഇന്ന് രാവിലെ നടന്നത്. അപ്പോൾ അതിൽ ട്യൂണീഷ്യനെ 5-1 എന്നൊരു സ്കോർ നിലയിലാണ് ട്യൂണീഷ്യനെ വധിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്കോർ നമ്മുടെ ജർമ്മനി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയത് ഈ വേൾഡ് കപ്പിൽ സ്വീഡനാണെന്ന് തോന്നുന്നു. അപ്പം 5-1 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കാണ്. അതും നല്ലൊരു രീതിയിലുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു സ്വീഡൻ വേഴ്സസ് ട്യൂണീഷ്യ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഗോൾ നേടുന്നത് യാസിൻ അയാരി എന്ന് പറയുന്ന ആളാണ്. ഇരട്ട ഗോളാണ് എടുക്കുന്നത്. പിന്നെ 30-ാമത്തെ മിനിറ്റിൽ നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാം അലക്സാണ്ടർ ഇസാക്കാണ് അടുത്ത ഗോൾ എടുക്കുന്നത്. പിന്നെ അതിനുശേഷം വിക്ടർ ഗ്യോക്കറസ് ആണ് അടുത്ത ഗോൾ നേടുന്നത്. അങ്ങനെ തന്നെ ഇപ്പോൾ ഒരുപാട് ഗോളുകളാണ് പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ട്യൂണീഷ്യയുടെ ഭാഗത്തേക്ക് ഒരു ഗോൾ കൊടുത്തിട്ടുള്ളത് അവരുടെ പ്ലെയർ ആയിട്ടുള്ള ഒമർ എറക്കിക് എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ് ട്യൂണീഷ്യക്ക് ഒരു ഗോൾ നേടിക്കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെയായിരുന്നു ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ജർമ്മനിയുടെ മാച്ച് തന്നെയായിരുന്നു കുറച്ചും കൂടി മുന്നിട്ട് നിന്നത്. അവരുടെ ഒരു പ്ലേയും അറ്റാക്കിങ്ങും എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത ദിവസത്തെ മാച്ചുകൾ നോക്കാം. അടുത്ത ദിവസത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം സ്പെഷ്യലാണ്. അതായത് സ്പെയിൻ ഫാൻസിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്ന അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്ന ഒരു ഡേ ആണ്. ലാമിൻ യമാലിന്റെ ടീമായിട്ടുള്ള സ്പെയിൻ ഇറങ്ങുകയാണ് 9:30. അവര് നേരിടുന്നത് കാബോ വെർഡെ എന്ന് പറയുന്ന ടീമായിട്ടാണ്. അവർ 9:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 9:30 അവര് നേരിടുന്നത്. അപ്പോൾ സ്പെയിൻ ഫാൻസ് ഒക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന് രാത്രി 9:30. പിന്നെ അടുത്ത മത്സരം എന്ന് പറയുന്നത് ബെൽജിയവും ഈജിപ്തും തമ്മിലാണ്. രാവിലെ 12:30 AM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. പിന്നെ അടുത്ത മത്സരം എന്ന് പറയുന്നത് സൗദി അറേബ്യയും ഉറുഗ്വേയാണ്. 3:30 AM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. പിന്നെ ഒരു മത്സരം കൂടി ഉണ്ട്. ഏതാണ്? അതെ, പിന്നെ വരുന്നത് ഇറാൻ ആൻഡ് ന്യൂസിലാൻഡിന്റെ, അതും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 6:30 ഇറാനും ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് മാച്ചസ്. അപ്പം എല്ലാവരും കാത്തിരിക്കുന്നത് സ്പെയിനിന്റെ ഒരു ഗെയിമിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സ്പെയിനിന്റെയും ബെൽജിയത്തിന്റെയും കളികൾക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്.
ലാസ്റ്റ് 3 ദിവസത്തെ കളി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ആഘോഷിക്കാനുള്ള വകയുണ്ടായ 3 ദിവസം കൂടിയായിരുന്നു അല്ലേ? അതെ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളും ഫിഫ വേൾഡ് കപ്പ് ഇതുപോലെ ആകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അടുത്ത ദിവസം അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും വരാം.